എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും അർപ്പിച്ചു. Then they opened their treasures and presented him with gifts of gold, frankincense and myrrh. ക്രിസ്തുമസ് ആഗതമായിരിക്കുകയാണ്. അവനെ വാക്കിൽ കൊടുക്കാനായി ചോദിച്ച ചോദ്യം, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. കൈസർക്ക് കരം കൊടുക്കണം. സാക്ഷ്യമുള്ള ഒരു ജീവിതം കൈസറുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രവാചക ദൗത്യം ഉണ്ടായിരിക്കണം. ദൈവത്തിന് എന്താണ് കൊടുക്കേണ്ടത്? The nativity scene, the very first Christmas, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് ലോകം ദൈവപുത്രന് കൊടുത്തത് പൊന്നും മൂരും കുന്തിരുക്കവുമാണ്. ഗോൾഡ്, ഫ്രാങ്കിൻസൻസ് ആൻഡ് മിർ. പൊന്ന് അവന്റെ രാജത്വത്തിന്റെ അടയാളമാണ്. ഇവൻ രാജാതി രാജാവാണ്. അവന്റെ പിറവിയിൽ, പൈതലാമേശുവിന്റെ പിറവിയിൽ പൊന്ന് കാഴ്ചയായി അർപ്പിച്ചു. ആട്ടിടയന്മാരും വിദ്വാൻമാരും എല്ലാവരും വന്നു. വിദ്വാൻമാരാണ് കൊടുത്തത്. ഇവൻ രാജാതി രാജാവാണ്. അതെ, യേശു അത് സ്വന്തം ജീവിതം കൊണ്ട് അത് പ്രൂവ് ചെയ്തു. എന്നാൽ അവർ കരുതിയതുപോലെ സ്വർണവും വെള്ളിയും ആയുധങ്ങളും പടക്കോപ്പുകളും കൊണ്ട് പിടിച്ചടക്കുന്ന ഒരു ഐഹികമായ രാജ്യത്തിന്റെ രാജാവല്ല. അവൻ ജനഹൃദയങ്ങളിൽ രാജാതിരാജാവായി സഹസ്രാബ്ദങ്ങളോളം ലോകത്തിന്റെ അവസാനം വരെ അവൻ വാഴും. ദൈവരാജ്യത്തിന്റെ രാജാവാണവൻ. കുന്തിരുക്കം, ഫ്രാങ്കിൻസൻസ്, ഇവൻ ശ്രേഷ്ഠ പുരോഹിതനാണ്. പൗരോഹിത്യത്തെ ഒന്ന് പുനർനിർവചിക്കുകയാണ് യേശു ചെയ്തത്. പൗരോഹിത്യം എന്നാൽ ചില സ്ഥലങ്ങളിൽ മാത്രം, അതിവിശുദ്ധ സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല. സാധാരണക്കാരുടെ മനുഷ്യരുടെ ഇടയിൽ ലോകത്തിന്റെ എല്ലാ ക്രമങ്ങളെയും അതിശ്രേഷ്ഠമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിത ദൗത്യം യേശു ലോകത്തിന് മുന്നിൽ കൊടുക്കുകയാണ്. ചരിത്രത്തിന് മുന്നിൽ കൊടുക്കുകയാണ് പൈതലാമേശു. അഹ്റോനെ പറ്റി പറയുന്നത്, ഹി സ്റ്റുഡ് ബിറ്റ്വീൻ ദ ലിവിങ് ആൻഡ് ദ ഡെഡ് ആൻഡ് ദ പ്ലേഗ് സ്റ്റോപ്ഡ്. അവൻ ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ഇടയിൽ നിന്നു. ദാറ്റ് ഈസ് എ പ്രീസ്റ്റ്. ആൻഡ് ജീസസ് സ്റ്റാൻഡ്സ് എക്സാക്ട്ലി ബിറ്റ്വീൻ ദ ലിവിങ് ആൻഡ് ദ ഡെഡ് ആൻഡ് ഹി ലീഡ്സ് ദ ഡെഡ് ടു എറ്റേണൽ ലൈഫ്, എറ്റേണിറ്റി. മോര് സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ല. ഇപ്പോൾ നമ്മുടെ സമയത്തൊക്കെ ഒരു കൊച്ചു കുഞ്ഞുണ്ടായി നമ്മൾ കുഞ്ഞിനെ കാണാനൊക്കെ പോകുന്ന ഒരു പതിവുണ്ട്. നമ്മൾ സോപ്പും അങ്ങനെ ബേബി ഡ്രസ്, ബേബി ഐറ്റംസ്, ഇങ്ങനത്തെ വലിയ ഒരു പാക്കേജ് തന്നെ ഇപ്പോൾ ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന. ആൺകുട്ടിയാണ് ഇത് കൊടുക്കണം, പെൺകുട്ടിയാണ് ഇങ്ങനെ കൊടുക്കണം, അങ്ങനെ ധാരാളം ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ആരെങ്കിലും ഒരു കുട്ടിക്ക് ഒരു വീൽ ചെയർ കൊടുക്കുമെന്ന് വിചാരിച്ചു. എടാ മോനെ, നീ ഇപ്പം ജനിച്ചതേ ഉള്ളൂ, സമ്മതിച്ചു. എന്നാലും നിനക്കൊരു 60-70 വയസ്സാകുമ്പോൾ നിനക്ക് ഇത് ആവശ്യം വരും, എന്നാ പിടിച്ചോ, ഒരു വീൽ ചെയർ കൊടുക്കുക. നാട്ടുകാരിലവിടെ പുള്ളിയെ കൈവെക്കത്തില്ല, എന്തോ കുഴപ്പമുണ്ടെന്ന്. അതുപോലാണ് ഈ മൂരെന്ന് പറയുന്നത്. മൂരെന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് മരണശേഷം ഒരു അഭിഷേകം ചെയ്യുവാനുള്ളതാണ്. അത് സാധാരണ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാറില്ല. എന്നാൽ വിദ്വാൻമാർക്ക് ദൈവീക ജ്ഞാനം ലഭിച്ച് അവർ അർപ്പിച്ചതാണ്. ഇവൻ ജനിച്ച കുഞ്ഞ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഇവൻ ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട്, മോക്ഷത്തിനായിട്ടുള്ള പരമയാഗമായി സ്വയം അർപ്പിക്കേണ്ട കുഞ്ഞാണ്. ദൈവത്തിന്റെ കുഞ്ഞാടിന് ലോകം വളരെ താത്വികമായി, ദർശനപരമായി തന്നെ മൂരും കൊടുത്തു. പൊന്നും മൂരും കുന്തിരുക്കവും അവന് കാഴ്ചവെച്ചു. ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താണ്? ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് നാം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നമുക്ക് കിട്ടാനല്ലേ?
ദൈവത്തിന് ഞാൻ എന്ത് കൊടുക്കാനാണ്? ഞാൻ വെറും ഒരു പുഴുവായ ഞാൻ എത്ര നിസ്സാരനാണോ? എന്തുള്ളു യേശു പരാ. വിനയമാണ്, നല്ലതാണ്. ദൈവസന്നിധിയിൽ നാം ഒന്നുമില്ല. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നിന്നെ ദൈവം പുഴുവായിട്ടല്ല സൃഷ്ടിച്ചത്. നിന്നെ അധ്വാനിക്കാൻ ശേഷിയുള്ള ശരീരമുള്ള, ചിന്തിക്കുവാൻ ശേഷിയുള്ള, തലച്ചോറുള്ള, നിവർന്നു നിൽക്കുവാൻ ശേഷിയുള്ള, നട്ടലുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. നീ പുഴുവായി തീർന്നത് നിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അത് ദൈവത്തോടുള്ള നിന്നയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാവുന്നു. ദൈവത്തിന് നാം കൊടുക്കണം. ഓഫ് കോഴ്സ് പ്രൈസ്, വർഷിപ്പ്, ഓഫറിംഗ്, സാക്രിഫൈസസ് എല്ലാം കൊടുക്കണം. ആദ്യ ക്രിസ്മസ് തന്നെ ഉണ്ട്. മലാഹമാർ വാഴ്ത്തിപ്പാടുന്നു, സ്തുതികൾ, സ്തോത്രങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മള് വേദപുസ്തകത്തിന്റെയും ചരിത്രത്തിന്റെയും ഒരു മൊത്തത്തിലുള്ള താത്വികപരമായ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈസ്, വർഷിപ്പ്, ഓഫറിംഗ്, സാക്രിഫൈസസ് എല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എവല്യൂഷൻ, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് ഓഫ് ദ ചർച്ച് അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പപ്പായെ വലിയ ഇഷ്ടമാണ്, അമ്മയെ വലിയ ഇഷ്ടമാണ്. എല്ലാ ദിവസവും രാവിലെ ഒന്ന് പപ്പ ഐ ലവ് യു, പപ്പ ഐ ലവ് യു, ഐ ആം ഓൾവേസ് വിത്ത് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ പപ്പായ്ക്ക് സന്തോഷമാണ്, മമ്മിക്ക് സന്തോഷമാണ്. മമ്മി നല്ല മമ്മിയാണ്, മമ്മി നല്ല സുന്ദരിയാണ്, മമ്മി നല്ലതുപോലെ പാചകം ചെയ്യും, മമ്മിയെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൻ യാതൊരു ഉത്തരവാദിത്വം ചെയ്യാതെ ഫുൾ ടൈം ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പപ്പ എന്നാ പറയും? മതിയടാ, മതി, നീ വല്ല പണിയും ചെയ്യ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വീട്ടിൽ നിനക്ക് ചെയ്യുവാനുള്ള ചുമതല നീ ചെയ്യ്. ചുമതല ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പ്രൈസ് ആൻഡ് വർഷിപ്പ്. നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞോടാൻ ശ്രമിക്കരുത്. ഒരു സോഷ്യൽ കൊഹീഷൻ അത് സ്ഥാപിക്കാനായി ഒരു ഫ്രെയിംവർക്ക് വേണം, ഡോഗ്മ വേണം, റിച്വൽസ് വേണം, നിയമങ്ങൾ വേണം. ഇതില്ലാതെ ചരിത്രത്തിൽ ഒരു പ്രസ്ഥാനവും ഒരു സംഘടനയും ദീർഘകാലം നിലനിന്നിട്ടില്ല. യേശുക്രിസ്തു സഭ സ്ഥാപിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാ പള്ളിയിൽ പോകുന്നത്, നിങ്ങൾ എന്തിനാ സഭയിൽ പോകുന്നത് എന്നൊന്നും ചോദിക്കുന്നതിന് യാതൊരു സെൻസ് ഓഫ് ഹിസ്റ്ററി ഇല്ലാത്ത ചോദ്യങ്ങളാണത്. പള്ളിയിലുള്ളവരെല്ലാം കള്ളന്മാരാ, അതുകൊണ്ട് യേശു കപടഭക്തരാണ് എന്നും പറഞ്ഞ് യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങി, ഞാനും ഇറങ്ങിയാണ് പള്ളിയിൽ നിന്നും. നോ, ദാറ്റ് വോണ്ട് സെൽ. ചരിത്രത്തിൽ 2000 വർഷങ്ങളായി നിലനിൽക്കുന്ന ക്രിസ്തു സഭയ്ക്ക് അനേകായിരം ബ്രാഞ്ചസ് ഉണ്ടായി, അനേക സബ് വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടായത് സഭയുടെ ഡൈനാമിസമാണ്. മനുഷ്യന്റെ പല രീതിയിലുള്ള ചിന്തകളോടുള്ള ക്രിയാത്മകമായ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് സഭയ്ക്ക് ഇത്രയും ഡിവിഷൻസ് ഉണ്ടായത്. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. മനുഷ്യർ വ്യത്യസ്തരാണ്. സഭയ്ക്ക് പോരായ്മകളില്ല എന്ന് പറയുന്നില്ല, പോരായ്മകളുണ്ട്. ലേവി ഗോത്രത്തിന് ദൈവമാണ് ഓഹരി. അങ്ങനെയാണ് പ്രൈസ്, വർഷിപ്പ്, ഓഫറിംഗ്, സാക്രിഫൈസസ് എല്ലാം വരുന്നത്. അതെല്ലാം ദൈവത്തിന് കൊടുക്കണം. അത് പ്രായോഗികമായി ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം എന്ന നിലയിൽ സഭ നിൽക്കുവാനും മുന്നോട്ട് പോകുവാനും ആത്മീയ ചൈതന്യമുള്ള വ്യക്തികളെയും സമൂഹങ്ങളെയും രൂപപ്പെടുത്തുവാനും അത് വളരെ 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 അത്യാവശ്യമാണ്. ചുവരില്ലാതെ ചിത്രം എഴുതാൻ ഒക്കത്തില്ല. നാം എല്ലാം വേദപുസ്തകത്തിന്റെ ആദ്യ പാഠങ്ങളെല്ലാം പഠിച്ചത് സൺഡേ സ്കൂളിലും അങ്ങനത്തെ ആത്മീയ കൂട്ടായ്മകളിലാണ്. എന്നാൽ ഇതിനു ഉപരിയായി വേദപുസ്തകത്തിന്റെ ദർശനമാകമാനം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങളും ദൈവത്തിന് കൊടുക്കുവാനുണ്ട്. ദൈവത്തിന് ചെവി കൊടുപ്പിൻ. വേദപുസ്തകത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രവാചകന്മാർ പറയുന്നതാണ്, എന്റെ ജനമായ ഇസ്രായേലേ, എനിക്ക് ചെവി തരുവിൻ, നീ എന്നെ കേൾപ്പിൻ, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ. മറുരൂപമലയിൽ വലിയ തേജസ് വരുമ്പോൾ, മഹത്വ പ്രത്യക്ഷത വരുമ്പോൾ പത്രോസ് എക്സൈറ്റഡ് ആകുകയാണ്. നമുക്കിവിടെ 3 പേർ കൂടെ കുടില് കെട്ടാൻ, നമുക്കിവിടെ താമസിക്കാം. സ്വർഗത്തിൽ നിന്നും അരൂപിയുടെ ശബ്ദം വരുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. പീറ്റർ, കീപ് ക്വയറ്റ് ആൻഡ് ലിസൺ. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞു.
കേട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവശബ്ദം കേൾക്കാൻ ശ്രമിക്കുമ്പോഴാണ്. എങ്ങനെയാ ദൈവശബ്ദം കേൾക്കുന്നത്? അനേക മാർഗങ്ങളുണ്ട്. അത് വലിയ ഡീറ്റെയിൽഡ് ടോപ്പിക് ആയതുകൊണ്ട് അതിലോട്ട് ഇപ്പോൾ കയറുന്നില്ല. എൻ്റെ നിയോഗം എന്താണ് എന്ന് ചോദിക്കണം. കേട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, അനുസരിക്കേണ്ടി വരും. നമുക്ക് അനുസരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ദൈവത്തെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക, ദൈവം അതെല്ലാം ചെയ്യുക. പല മെത്തേഡ്സാണ് അതിന് ചെയ്യുന്നത്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതുകൊണ്ട് ദൈവമേ, നീ എന്നെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ശരിക്കും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉള്ള കാര്യം പറയുകയാണ്. പറയും, ഞാൻ ദൈവഹിതം അനുസരിച്ചാണ്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനയോടുകൂടി അവിടെ തീരും. പിന്നെയെല്ലാം നമ്മുടെ ഹിതമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2025 അവസാനിക്കാറാവുമ്പോൾ എൻ്റെ ജനമേ, നീ എനിക്ക് ചെവി നൽകുവിൻ, ചെവി കൊടുപ്പിൻ. ദൈവത്തിൻ്റെ ശബ്ദമൊന്ന് കേട്ടു നോക്ക്. ദൈവം നിന്നോടെന്താണ്, എന്നോടെന്താണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ? രണ്ടാമത്, ദൈവത്തിന് വിശ്രമം കൊടുപ്പിൻ. 7-ാം ദിവസം സൃഷ്ടിയുടെ പൂർണ്ണതയിൽ ദൈവം വിശ്രമിച്ചു. എത്ര മനോഹരമായ ഒരു വാക്യമാണ്! അന്ന് കൊണ്ട് തീർന്നു ദൈവത്തിൻ്റെ വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 6 ദിവസത്തെ നിന്റെ ജീവിതത്തിൻ്റെ അധ്വാനം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സത്യസന്ധമായ കഠിനാധ്വാനത്തിലൂടെയാണ് നീ ശാബത്തിനെ ശുദ്ധീകരിക്കേണ്ടത്. സാബത്ത് ഷുഡ് ബി സാങ്ക്ടിഫൈഡ് ബൈ ദ മീനിങ്ഫുൾ, ഗ്രേസ്ഫുൾ വർക്ക് കൾച്ചർ യു എംപ്ലോയ് ഇൻ ദ 6 other days of the week. ഒരു പണിയും ചെയ്യാതെ, അല്ലെ ചെയ്യുന്ന പണിയിലെല്ലാം കള്ളത്തരം കാണിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ശബത്ത് ദിവസം ഇങ്ങോട്ട് വന്ന് ഞാൻ ശബത്ത് ആചരിക്കുകയാണെന്ന് വേണേ പറയാം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്നാണ്. There is a huge difference between observing the Sabbath and sanctifying the Sabbath. ദൈവത്തിന് വിശ്രമം കൊടുപ്പേൻ. നിന്നെ നട്ടലുള്ള മനുഷ്യനായിട്ട്, ആരോഗ്യമുള്ള മനുഷ്യനായിട്ട്, ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് നിന്നെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചത് ദൈവം ഏദനിൽ തുടങ്ങി വെച്ച സ്റ്റുവേർഡ്ഷിപ്പ്, സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്കുള്ള ആ ഒരു യാത്രയിൽ, പരിണാമത്തിൽ. യു ആർ ദ സ്റ്റുവേർഡ് ഓഫ് ഗോഡ്. യു ഹാവ് സംതിങ് ടു ഡു ഇൻ ദിസ് വേൾഡ്. It is not simply praising and worship and observing all the rituals associated with the church. My dear friends, നിനക്ക് തന്നിരിക്കുന്ന താലന്തുകൾ നീ ഉപയോഗിക്കണം. നിനക്ക് 5 കിട്ടിയത്, 2 കിട്ടിയത്. എന്നാൽ യജമാനന്റെ സന്തോഷത്തിനായി നീ അത് കഠിനാധ്വാനം ചെയ്ത് ഉപയോഗിച്ച് അത് ഇരട്ടിയാക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറയും. എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്ത് കുഴിച്ചിട്ടിട്ട് എല്ലാവരെയും കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെയാണ് സമൂഹം അധപ്പതിക്കുന്നത്. സമൂഹത്തിൽ അധപ്പതനവും അക്രമവും എല്ലാം നടമാടുന്നത് ക്രിയാത്മകമായ ആത്മീയത അസ്തമിക്കുമ്പോഴാണ്. ആത്മീയതയുടെ വലിയ ഉദ്ദേശം നിന്നെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി, കടമ നീ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുക, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതാണ് സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത്. സാക്ഷ്യം സഭായോഗങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വേണം. എനിക്ക് ലഭിച്ച സൗഖ്യം, എനിക്ക് ലഭിച്ച സമ്പത്ത്, എനിക്ക് ലഭിച്ച അനുഗ്രഹം എല്ലാം നല്ലതാണ്. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എഴുന്നേറ്റ് എന്ന് പറയണ്ട. അത് ദൈവത്തിന് അറിയാം. ഗോഡ് സീസ് ഇറ്റ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നാം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്യുമ്പോൾ ദൈവത്തിന് വിശ്രമം കിട്ടും. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയും ഇല്ല, ഉറങ്ങുകയില്ല എന്നൊക്കെ നമ്മൾ ആവേശത്തോടുകൂടി പറയും. നമ്മളെപ്പോലുള്ളവരെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം എങ്ങനെ മയങ്ങും, എങ്ങനെ ഉറങ്ങും? ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ച, ഒരു സ്കൂളിലെ ഒരു അധ്യാപികയാണെന്ന് വിചാരിച്ചു. സ്കൂൾ ആനിവേഴ്സറി വരികയാണ്. പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞ, ടീച്ചറും
ആ 2 ടീച്ചർമാർ, നിങ്ങൾ 3 പേരൂടെ ഈ പരിപാടി മൊത്തം ഒന്ന് കോർഡിനേറ്റ്. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്, ഇങ്ങനൊരു സൗകര്യമുണ്ടോ. എങ്ങനെയും നമ്മൾ ആ ജോലിയിൽ നിന്നും തലയൂരാനാ നോക്കുന്നത്. പിന്നെ എങ്ങനെ ദൈവത്തിന് വിശ്രമം ലഭിക്കും? അതങ്ങോട്ട് ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് കഴിഞ്ഞ് ഉത്തരവാദിത്തോടെ പ്രാർത്ഥിച്ച് പ്ലാൻ ചെയ്ത് അതങ്ങോട്ട് നടത്തണം. നമ്മളിൽ പലരെയും നമ്മുടെ ഉന്നതാധികാരികൾ, മേലധികാരികളൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പേടിയോടായിരിക്കും ഇരിക്കുന്നത്. ദൈവമേ ശരിയാവുമോ അതോ ഇവൻ നശിപ്പിക്കുവോ? ഉത്തമ ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ ആൻഡ് സ്പിരിച്വൽ വർക്ക് കൾച്ചർ നമ്മുടെ സമൂഹത്തിന് കൊണ്ടുവേണം. പണി ചെയ്യുന്നത്, അധ്വാനിക്കുന്നത്, 5 മണിയാകാൻ ക്ലോക്കെ നോക്കി ഇരുന്നുകൊണ്ടല്ല പണി ചെയ്യുന്നത്. 4:45 എല്ലാം പാക്ക് ചെയ്ത് 5 മണിയാകുന്നു എന്ന് ക്ലോക്കെ നോക്കിക്കൊണ്ടിരുന്ന 5 മണിയാകുമ്പോൾ ബാഗ് എടുത്തുകൊണ്ട് ഓടുന്നതല്ല. അയ്യോ 5 മണിയായോ, ആ കുഴപ്പമില്ല, ഞാൻ അരമണിക്കൂറോടെ വർക്ക് ചെയ്യാം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഒരു അരമണിക്കൂറൂടെ, ഒരു എക്സ്ട്രാ വോക്ക് ദ എക്സ്ട്രാ മൈൽ. ദൈവത്തിന് ചെവി കൊടുപ്പിൻ, ദൈവത്തിന് വിശ്രമം കൊടുപ്പിൻ. അവസാനമായി ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് കൊടുക്കുന്നതെല്ലാം എനിക്കാവുന്നു എന്ന് യേശു അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗീവ് ടു ദ ലാസ്റ്റ് ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്. വചനം ജഡമായി തീരണം. ഈ സമൂഹത്തിലെ പാവം പിടിച്ച മനുഷ്യർ, അനേക കഷ്ടതയാൽ അനുഭവിക്കുന്ന മനുഷ്യർ, ഇവരോടുള്ള ഒരു കരുതൽ സംസ്കാരം ക്രിസ്ത്യാനിയെ നീ ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കണം. ദൈവത്തിന് കൊടുക്കുന്നത് മറ്റുള്ളവരോടുള്ള കരുതലിൽ കൂടെയാണ്. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. എന്തായാലും കൊടുക്കുവാൻ പഠിപ്പിൻ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കാഴ്ചകളും ഞാൻ ദൈവസന്നിധിയിൽ കൊടുക്കണം. ചെറുപ്രായത്തിൽ ചെയ്യുവാനുണ്ട്, യുവത്വത്തിൽ ചെയ്യുവാനുണ്ട്, മധ്യവയസ്കിൽ ചെയ്യുവാനുണ്ട്, പ്രായമാകുമ്പോൾ ചെയ്യുവാനുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം. നാം നമ്മളുടെ ഡൊമസ്റ്റിക് ധർമ്മ ചെയ്യണം. വീട്ടിലുള്ളവർ, ഒരു കുട്ടി ആ കുടുംബത്തിൽ ചെയ്യേണ്ട ശുശ്രൂഷയുണ്ട്, ദൗത്യമുണ്ട്. അവന്റെ അവകാശം മാത്രം പിടിച്ചു വാങ്ങിച്ചാൽ പോരാ. ഒരു മാതാവ് ചെയ്യേണ്ട ദൗത്യമുണ്ട്, പിതാവ് ചെയ്യേണ്ട ദൗത്യമുണ്ട്, ഗ്രാൻഡ് പേരൻസ് ചെയ്യേണ്ട ദൗത്യമുണ്ട്, സഹോദരങ്ങൾ ചെയ്യേണ്ട ദൗത്യമുണ്ട്, അങ്കിൾസ് ചെയ്യേണ്ട ദൗത്യമുണ്ട്, ആന്റിമാർ ചെയ്യേണ്ട ദൗത്യമുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യണം. ഡൊമസ്റ്റിക് ധർമ്മ എന്നാണ് പറയുന്നത്. അങ്ങനെ ഡൊമസ്റ്റിക് ധർമ്മ നല്ലോണം ചെയ്ത് സമൂഹത്തിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ മനോഹരമായി ചെയ്യുമ്പോൾ ദൈവം കാണും, ഇവനൊരു നീതിമാനാണല്ലോ. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് സെലക്ടഡ് ടു പെർഫോം ദ യുഗധർമ്മ. അങ്ങനെയാണ് വീരരായ ധീരരായ യോദ്ധാക്കളെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. അവർ യുഗധർമ്മം പെർഫോം ചെയ്യും. ദൈവത്തിൻ്റെ ഏറ്റവും ധീരരായിരിക്കും, വിശുദ്ധരായിരിക്കും. അങ്ങനെ ജീവിതം ഒരുപക്ഷെ ഒരു യാഗമായി നമുക്ക് അർപ്പിക്കേണ്ടി വരും. ബുദ്ധിയുള്ള, ജീവനുള്ള, ദൈവത്തെ പ്രസാദമുള്ള ശരിയായ യാഗം അവിടെയാണ്. ഡ്രമ്മർ ബോയുടെ കഥ പറയാതെ ദൈവത്തിന് കൊടുക്കുന്ന കഥ നിർത്താനൊക്കത്തില്ലല്ലോ. നേറ്റിവിറ്റി സീനാണ്. All finest gifts they bring pa ram pam pam pam. രാജാവിന് ഒത്ത സമ്മാനങ്ങളെല്ലാം എല്ലാവരും കൊടുത്തു. I am a poor boy, oh I have no gift to bring pa ram pam pam pam. എനിക്ക് ഇവന് കൊടുക്കാൻ ഒന്നുമില്ല, രാജാവിന് കൊടുക്കാൻ ഒന്നുമില്ല. Shall I play my drum for you? മേരിയോടാണ് ചോദിക്കുന്നത്. Shall I play for him pa ram pam pam pam. അവൻ പിടിച്ചവനാണ്, ചെണ്ട കൂട്ടുന്ന പയ്യനാണ്. യൂട്യൂബിലുണ്ട്. ഡ്രമ്മർ ബോയിന് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ആനിമേഷനും അല്ലാത്ത റിയൽ വീഡിയോസും ഡ്രമാറ്റിക് പെർഫോമൻസും എല്ലാം അവൈലബിൾ ആണ്. കുട്ടികളെല്ലാം ഇത് കാണണം, വലിയവരും കാണണം. മേരി തലയാട്ടി. ആൻഡ് ദ ഓക്സ് ആൻഡ് കൗ കെപ്റ്റ് ടൈം എന്നാണ്. അങ്ങനെ ഈ കൊച്ചൻ I'll play my drum for him param pam pam pam. I'll play my best for him pa ram pam pam. ഞാൻ എൻ്റെ ജീവിതത്തിലെ എനിക്കൊരു ചെറിയ ചെണ്ടയേ ഉള്ളൂ, എന്നാലും I'll play my drum, I'll play my best for him. എൻ്റെ ജീവിതം ഉപയോഗിച്ച് I give my best for him. Then he smiled at me param pam pam pam.
പൈതലാമേശു നാട്ടിടയന്മാർ ഉമ്മ വെച്ചുണർത്തിയെങ്കിൽ, വിദ്വാൻമാർ പൊന്നും കുന്തിരിക്കവും മൂരും കൊടുത്തെങ്കിൽ, ഡ്രമ്മർ ബോയുടെ ചെണ്ട കൊട്ട് കേട്ട് then he smiled at me പാറം പം പം പം. പൈതലാമേശു ചിരിച്ചു. പൈതലാമേശു ചിരിക്കട്ടെ. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക. എന്തായാലും കൊടുക്കുവാൻ പഠിപ്പിൻ. ക്രിസ്തുമസ് ആശംസകൾ, പ്രാർത്ഥന. ആമേൻ.